കുടുംബങ്ങളിൽ നമ്മൾ കാണുന്ന വല്ലാത്തൊരു എന്താ ശിഥിലീകരണ പ്രവണതയെന്നോ അല്ലെങ്കിൽ നമ്മൾ പല രീതിയിലാണ് നമ്മളുടെ ആ ഒരു ബോണ്ടിങ് ഉണ്ടല്ലോ, കുടുംബത്തിൽ നടക്കുന്ന ബോണ്ടിങ്. ഒരുപക്ഷെ എനിക്ക് തോന്നിയിട്ടുണ്ട് കൂടുതൽ മക്കളുണ്ടായിരുന്ന നമ്മളുടെ 15ഉം 12ഉം 8ഉം 6ഉം 5ഉം ഒക്കെ മക്കളുണ്ടായിരുന്ന ഒരു കാലത്ത് ഉണ്ടായിരുന്ന ഒരുപക്ഷെ കഷ്ടപ്പാടിൻ്റെ ഒരു ലോകത്ത് ജീവിച്ചിരുന്ന ഒരു കാലം. നമ്മൾ ഈ പറഞ്ഞ പോലെ പഴയ കാലത്തെ കഷ്ടപ്പാട് പറയുന്നതിനപ്പുറത്തേക്ക് അതിൻ്റെ ഉണ്ടാക്കിയിരുന്ന ഒരു മാനസിക ഐക്യം, തമ്മിലുണ്ടായിരുന്ന ഒരു മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ഒരു ബോണ്ടിങ്, അത്തരത്തിലുള്ള ഒരു കുടുംബ ബന്ധങ്ങൾ. പക്ഷെ ഇന്ന് ആളെണ്ണം കുറഞ്ഞ് കൂടുതൽ സൗകര്യങ്ങളാകുകയും ഒക്കെ ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള ബോണ്ടിങ്ങിൽ വളരെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മുടെ ഡൈവോഴ്സ് കേസുകളൊക്കെ എടുക്കുമ്പോൾ 2 ആഴ്ച 3 ആഴ്ച 3 മാസം ഒക്കെ കഴിയുമ്പോൾ സെപ്പറേറ്റഡ് ആകുന്നൊരു കാലം കൂടിയാണ്. നമ്മുടെ കാലത്ത് മുമ്പേ പറഞ്ഞ പോലെ ഈ ധർമ്മക്ഷയത്തിൻ്റെ ഒരു ബാക്കി പത്രമാണ് ഈ അരാജകത്വം, രാഷ്ട്രീയവാദമൊക്കെ. ഈ വ്യവസ്ഥിതികളോടുള്ളൊരു വിപ്രതിപത്തി എന്ന് പറയുന്നത് അത് ഈ പരിണാമസന്ധിയിലുണ്ടാവും. ഘടനകളെ തകർക്കാനുള്ള ശ്രമം, അത് സഭയായാലും കുടുംബമായാലും രാഷ്ട്രീയമായാലും വ്യവസ്ഥാപിതമായ ഘടനകളെ ഇല്ലാതാക്കാനുള്ള പരിശ്രമം. പക്ഷെ ആ പരിശ്രമങ്ങളിൽ വലിയ അപകടങ്ങളുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ഒരു 70കളിലൊക്കെ ഉണ്ടായ ആ പരിശ്രമമല്ല ഇപ്പം നടക്കുന്നത്. ഇപ്പോൾ വലിയൊരു എന്താ പറയുക, ആ അരാജകത്വം അതിൻ്റെ പാരമ്യത്തിലാണ്. അപ്പം സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറയുന്നതോ മുമ്പേ പറഞ്ഞതുപോലെ സോഷ്യൽ ഡിസിപ്ലിൻ എന്ന് പറയുന്നതോ ഒന്നും അത്ര വലിയ പ്രാധാന്യമായിട്ട് കൊടുക്കുന്നില്ല. ഈ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിലും ഒരു 30 വയസ്സ് വരെ ഇവർക്ക് ആയുസുള്ളൂ എന്നുള്ള രീതിയിലാണ് ഇവർ ജീവിക്കുന്നത്. 30 കഴിഞ്ഞവർ സത്യത്തിൽ വലിയ നഷ്ടബോധത്തിൽ ജീവിക്കുന്ന എത്രയോ മനുഷ്യരെ നമ്മൾ കാണുന്നു. കാരണം ഈ ഫാസ്റ്റ് വേൾഡ് അവർ വിചാരിക്കുന്ന അവരുടെ ടേസ്റ്റ് അവരെ മനസ്സിലാക്കുന്ന ആളല്ല, അവർ വിട്ടു കളഞ്ഞു. അവരൊരു ജോലിക്ക് കയറുന്നു, 30 വയസ്സായി, അപ്പം ഏറ്റവും സാലറിയിലാണ് കയറിയിരിക്കുന്നത്. അപ്പോൾ ആ കമ്പനിക്ക് അവരുടെ 30 വയസ്സായപ്പോഴേ ഇവരെ മുഴുവൻ ഊറ്റിയെടുത്തതിന് ശേഷം ഇവരെ വിട്ടു. അടുത്ത 15-16 വയസ്സുകാരനെ അവരെ എടുത്തു. ഇങ്ങനെ വലിയ അപകടങ്ങൾ ആ ഒരു പശ്ചാത്തലത്തിൽ നിൽപ്പുണ്ട്. ഈ ബന്ധങ്ങളുടെ ഒരു മാറ്റം വരുന്ന കാരണം നമ്മൾ ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു സാധനത്തിനെ വല്ലാതെ മിസ്യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. മുമ്പ് പറഞ്ഞാൽ നമ്മൾ ഈ 10-15 പേരൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയത്ത് നമുക്ക് കിട്ടിയൊരു ബോധമുണ്ട്, നമുക്ക് ജീവിതത്തെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവുണ്ട്, നമ്മുടെ ബന്ധങ്ങളെക്കുറിച്ച് തിരിച്ചറിവ്, അതിൻ്റെ ശക്തി, അതിൻ്റെ ഒരു തുണ, അതൊക്കെ നമ്മൾ സത്യത്തിൽ ഇപ്പോൾ ഈ 1-1.5 കിട്ടുന്നില്ല ശരിക്കും. 1-1.5 പിള്ളേർക്ക് ഇപ്പോൾ ഈ സഹോദരൻ്റെ മരണം മത്സരം കുറയ്ക്കുമെന്ന് പറയുന്ന കരിയറിസത്തിൻ്റെ കാലത്ത് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ഈ 1ാം സ്ഥാനക്കാരാക്കാൻ എപ്പോൾ പരിശ്രമിച്ചു തുടങ്ങിയോ നമ്മുടെ ആ ഒരു പഴയ തലമുറയുടെ ഒരു കുറ്റം കൂടി ഇതിനകത്തുണ്ട്. നമ്മൾ അപ്പുറത്തെ വീട്ടിലെ മോനെ നോക്കി പഠിക്കുക എന്ന് പറഞ്ഞു തുടങ്ങിയ ഒരു കാലം ഉണ്ടല്ലോ. നേരത്തെ അതൊന്നും ഇല്ലല്ലോ, ഈ കമ്പാരിസൺ ഇല്ലല്ലോ. അങ്ങനെ നമ്മുടെ എല്ലാ വീടുകളും ഏകദേശം ഒരുപോലെയായിരുന്നു. നീ പഠിച്ചാൽ നിനക്ക് കൊള്ളാം, അത്രേ ഉള്ളൂ. ഒന്നാം സ്ഥാനക്കാരനാകുന്ന ആരെങ്കിലും തോൽപ്പിക്കണോ, അങ്ങനെയൊന്നും ഇല്ല. ക്ലാസ്സിൽ എത്രയാന്ന് വൈകുന്നേരം ചോദിക്കത്തില്ല, എത്ര മാർക്ക് കിട്ടി, ഒന്നുമില്ല. ആ പ്രോഗ്രസ്സുകാരായിട്ട് നമ്മൾ ചെല്ലുമ്പോൾ മാത്രം അതിനകത്ത് 2 ചുമല വരെയുണ്ട്, 2 അടി കിട്ടും. പക്ഷെ നമ്മുടെ മാതാപിതാക്കളും അധ്യാപകരും വരെ തമ്മിലൊരു ബന്ധം ഉണ്ടായിരുന്നു. അത് നമ്മുടെ വളർച്ചയെ നല്ലോണം സ്വാധീനിക്കുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും. അപ്പം നമ്മൾ ഈ ഒരു ചൈനീസ് പഴമൊഴി ഉണ്ടല്ലോ, നിങ്ങളുടെ കുട്ടിക്കും നിങ്ങളുടെ പന്നിക്കും ചോദിക്കുന്നതെല്ലാം കൊടുക്കുക, നിങ്ങൾക്കൊരു നല്ല പന്നിയും ഒരു ചീത്ത കുട്ടിയെ കിട്ടും. അപ്പോൾ ഈ ചോദിക്കുന്നതെല്ലാം കൊടുക്കുക എന്നുള്ളപ്പോൾ ഹിതവും ഇഷ്ടവും പ്രിയവും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ സാറിന് പറയുന്നത് പോലെ കുട്ടികൾക്ക് ഹിതകരമായതല്ല നമ്മൾ കൊടുക്കുന്നത്, പ്രിയങ്കരമായതാണ് കൊടുത്തോണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ഗുണമുള്ള സംഗതി കൊടുക്കാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കുകയും പിന്നെ എല്ലാത്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോകണം. ഇപ്പം എൻ്റെ കുഞ്ഞ് ചപ്പാത്തി മാത്രമേ തിന്നുള്ളൂ അല്ലെങ്കിൽ ഇത് മാത്രമേ കഴിക്കുള്ളൂ എന്ന് പറഞ്ഞൊരു ഏകാഭിരുചിയിലേക്ക് മാത്രം ഇവരിങ്ങനെ പോയാൽ അവനിഷ്ടമില്ലാത്ത ഒരു ഭക്ഷണ സാധനം മതി അവൻ്റെ ഡിവോഴ്സിന്. ഇപ്പം നമ്മൾ ഈ പൊതുവെ പറയാറുണ്ട് ഈ ഓണം ഉണ്ണുന്നതുമായിട്ട് ബന്ധപ്പെട്ടേ, ഓണം ഉണ്ണുമ്പോൾ നമുക്ക് ഈ സദ്യക്കകത്ത് പല മധുരപ്പച്ചടിയുണ്ട്, പാവയ്ക്ക കിച്ചടിയുണ്ട്, എല്ലാം മധുരം തൊട്ട് കയ്പോരും എല്ലാം ഉണ്ട്, എക്സ്ട്രീം എല്ലാം ഉണ്ട്, പുളിയുണ്ട്. ഇതെല്ലാം കൂടെ ഒന്നിച്ചാണ് നമ്മളിങ്ങനെ കഴിക്കുന്നത്. അപ്പം ഈ പലതരം രുചികളെ ഒരുമിച്ച് ഈ ശരീരം സ്വീകരിക്കാനുള്ള ശേഷി അതിനുണ്ടാവും, മനസ്സിനും ഉണ്ടാവും എന്നാണ് പറയുന്നത്. മനസ്സിനും ഉണ്ടാകുന്നു. അപ്പോൾ അങ്ങനെയാണ് ഇത് ഊട്ടി ഉറപ്പിക്കുന്നത്.
ഊട്ടുക അധികം ഉറപ്പിക്കുകയാണല്ലോ ഊട്ടി ഉറപ്പിക്കുന്നത്. ഈ ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിച്ചതുപോലെ ഈ സദ്യ പശ്ചാത്തലത്തിൽ അതിന് ഈ ഓണത്തിൻ്റെ പിന്നിൽ പോലും അതിന് വലിയൊരു അർത്ഥമുണ്ട്. ഓണം ഊട്ടുക ഉണ്ണുക എന്ന് പറയുന്നത് ബന്ധങ്ങളുടെ ഒരു ഊട്ടി ഉറപ്പിക്കൽ കൂടിയാണെന്നാണ്. അപ്പം അങ്ങനെയൊന്നും പറ്റുന്നില്ല. ഇപ്പോൾ രാവിലെ അവനിഷ്ടമുള്ളത് മാത്രമേ അവന് കൊടുക്കുന്നുള്ളൂ നമ്മൾ. ഇപ്പോൾ ജീവിതത്തിലാണെങ്കിലും വ്യത്യസ്തമായ ഒരു അനുഭവം വരുമ്പോൾ അത് താങ്ങാനുള്ള ഒരു ശേഷിയൊന്നും ഒരു തലമുറയ്ക്ക് കുറഞ്ഞു വരുന്നുണ്ട്. കമ്പാരിറ്റീവ്ലി കുറഞ്ഞു വരുന്നുണ്ട്. അപ്പം നമുക്കറിയാമല്ലോ, ഇപ്പം പുതിയ കാലത്ത് ഓരോന്നിനെ അഡ്രസ്സ് ചെയ്യുന്നത്, ഇപ്പം ഈ അഡ്രസ്സ് ചെയ്യാനുള്ള വിമുഖത തന്നെയാണ് ഈ അരാജകത്വത്തിലേക്ക് നയിക്കുന്നത്. ഇപ്പോൾ ഒരു സാമൂഹികമായൊരു പ്രശ്നത്തിൽ ഒരാൾ ഇടപെടണമെന്നുണ്ടെങ്കിൽ അയാൾക്കൊരു സാമൂഹിക പ്രതിബദ്ധത വേണ്ടേ? അത് കുടുംബത്തിൽ നിന്ന് കിട്ടണ്ടേ? അപ്പോൾ എൻ്റെ കാര്യം മാത്രം നോക്കി ജീവിക്കണമെന്ന് പഠിപ്പിക്കുന്ന ഒരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് എങ്ങനെയാണ് സമൂഹ നിർമ്മിതിക്കുള്ള ആളുകളുണ്ടാവുക? സമൂഹ നിർമ്മിതിക്ക് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ അയാൾക്ക് സ്വകാര്യ ജീവിതത്തിൽ കുറേ നഷ്ടം വരും. എന്തായാലും അയാളുടെ സമയമോ ആരോഗ്യമോ ഒക്കെ അയാൾക്ക് നഷ്ടം വരും. അപ്പം ഈ 21 മഹാപരാധങ്ങൾ ഉണ്ടെന്ന് നമ്മുടെ ഇന്ത്യൻ ഫിലോസഫി പറയുന്ന ഒന്നാമത്തെ ഒരു അപരാധം എന്ന് പറയുന്നത് നീ എൻ്റെ മകനാണ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കലാണെന്ന് പറയാം. നീ എൻ്റെ മകനാണ്, അപ്പം നീ ലോകത്തിൻ്റെ വെളിച്ചമാണെന്നോ നീ ഭൂമിയുടെ ഉപ്പാകുന്നോ എന്നൊന്നും പറയുന്നില്ല. നീ എൻ്റെ മകനാണ്. ഖലീൽ ജിബ്രാനും പറയുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് വേണമെങ്കിൽ അവനെ പോലെ ആകാൻ ശ്രമിക്കാം, പക്ഷെ നിങ്ങളെ പോലെ ആക്കാൻ ശ്രമിക്കരുത്. അതെ, അത് മഹാപരാധങ്ങളിലൊന്നായിട്ടാണ് പറയുന്നത്. നമ്മളിലേക്ക് തന്നെ അവനെ ചുരുക്കമാണ്. നമ്മുടെ പിന്തുടർച്ചക്കാരനാണ് അവൻ. ലോകത്തിൻ്റെ വലിയ പരമ്പരയുടെ പിന്തുടർച്ചക്കാരനാവാനല്ല നമ്മളവനെ വളർത്തുന്നത്. ഇപ്പം മറിയമാണെങ്കിലും ആമിനയാണെങ്കിലും യശോദയാണെങ്കിലും അവരുടെ മക്കളെ പഠിപ്പുര കടത്തി വിട്ടത് ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. അത് പക്ഷെ നമ്മൾ മറന്നു പോവുക പലപ്പോഴും. ഈ കുടുംബം നമ്മൾ പറയുമ്പോൾ തന്നെ ഈ നമ്മുടെ വിദ്യാഭ്യാസവും സ്കൂളിങ്ങിനും ഈ ഒരു പരിമിതി ഉണ്ടാക്കുന്നില്ലേ പുതിയ കാലത്ത്? തീർച്ചയായിട്ടും. കാരണം സ്വാമി രംഗനാഥാനന്ദയുടെ ഈ വിദ്യാഭ്യാസ മേഖലയിലെ എഴുത്തുകളുണ്ടല്ലോ, സ്വാമിജി അതിനകത്തൊരു ഭാരതീയ തത്വശാസ്ത്രം തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ ഈ വെസ്റ്റേൺ സ്കൂളിങ്ങിൻ്റെ ഭാഗമായിട്ട് നമുക്കുണ്ടായ ഒരു അപജയം, അത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വരവിന് ശേഷം, ഒരു ഉദാഹരണമായി നമ്മൾ ഹിസ്റ്ററി എഴുതുന്നു. നമ്മുടെ ഈ പഴയ കാലത്ത് ഭാരതത്തിൽ ഒരാൾ കവിത എഴുതുകയോ ഒരു പടം വരയ്ക്കുകയോ ചെയ്ത് അതിൻ്റെ ഇടയിൽ പേര് എഴുതത്തില്ലായിരുന്നു. ഇപ്പോൾ വ്യാസനായ പോലും മഹാഭാരതം വ്യാസനായ ഒരാളല്ലല്ലോ, വാൽമീകി, ആ പേര് ശരിയായ പേരല്ലല്ലോ. അപ്പം ഇങ്ങനെയുള്ള അജ്ഞാത നാമകൃതികളാണ് ഇപ്പോൾ അജന്തയിലോ എല്ലോറയിലോ ഉള്ള ചിത്രങ്ങളുടെ അടിയിലോ അല്ല ബിംബങ്ങളുടെ അടിയിലോ ഒന്നും ഒരു പേര് പോലും സിഗ്നേച്ചറില്ല. അത് ഈസ്റ്റേൺ ക്രിസ്ത്യാനിറ്റിയിലും ഉണ്ട്. ഈ ഐക്കണോഗ്രാഫിയിൽ ഐക്കണിൻ്റെ അടിയിൽ പടം പേര് വയ്ക്കത്തില്ല, വരയ്ക്കുന്ന ആളുടെ പേരില്ല. അപ്പം അതിൻ്റെ അർത്ഥം ആ പൂർണ്ണതയെ ആവാഹിക്കാൻ ഈ അപൂർണ ജീവിക്ക് പറ്റില്ല എന്നുള്ള ഇൻഫിനിറ്റിയെ നമ്മൾ വരയ്ക്കുന്നു. പക്ഷേ ഞാനല്ല വരയ്ക്കുന്നത്. ആ ഒരു വിവേകമാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ ഈ വെസ്റ്റേൺ സ്കൂളിങ് വന്നു കഴിഞ്ഞിട്ടാണ് നമ്മൾ ഹിസ്റ്ററി എഴുതുമ്പോൾ പോലും 1770 പാനിപ്പത്ത് അല്ലെങ്കിൽ മറ്റേ ഇങ്ങനെ വർഷങ്ങളാണ് പിന്നെ നമ്മുടെ ഹിസ്റ്ററിയായി. വർഷങ്ങളും പ്രഭുക്കന്മാരുടെ പേരുകളും ഒക്കെ ആയി ഹിസ്റ്ററി പഠിക്കാൻ തുടങ്ങി. അതേസമയം ഈ രാമൻ, കൃഷ്ണൻ എന്നൊക്കെയുള്ള വെസ്റ്റിൽ ഇപ്പം നെപ്പോളിയൻ, അലക്സാണ്ടർ, നെപ്പോളിയൻ എന്നിങ്ങനെ പറയുന്നത് പോലെയല്ല. ആ പറയുന്ന ആളുകൾ പോർക്കളത്തിൽ യുദ്ധവിജയം നേടിയ ആളുകളാണ്. ഇപ്പം അലക്സാണ്ടർ, നെപ്പോളിയനാണ് ഭൗതിക യുദ്ധത്തിൽ വിജയം നേടിയ ആളുകളാണ്. അതേസമയം ഇവിടെ പറയുന്ന ആളുകൾ, ഇപ്പം അത് ചരിത്രമാണോ കഥയാണോ അങ്ങനെയുള്ള വിഷയങ്ങളിൽ ഒന്നും ഞാൻ കിടക്കുന്നില്ല. അപ്പോൾ അങ്ങനെ പറയുന്ന ആളുകൾ ആത്മവിജയം നേടിയ ആളുകളുടെ ഒരു കഥയാണ് പറയുന്നത്. ഇതൊരു സമീപനത്തിൻ്റെ വിഷയമാണ്. അപ്പോൾ ഈ ലോകത്തിലെ ഒരാളുടെ ജീവിതത്തിൻ്റെ അർത്ഥം ഭൗതിക വിജയത്തിലാണോ നിൽക്കുന്നത് അതോ അയാളുടെ ആത്മവിജയത്തിലാണോ? അവിടെയാണ് ക്രിസ്തുവിൻ്റെ ആ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഒരാൾ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അയാൾക്ക് എന്ത് പ്രയോജനം? അപ്പോൾ ഈ ആത്മവിജയം നേടുന്നതിനെക്കുറിച്ച് നമ്മുടെ കുട്ടികൾക്കൊരു ധാരണ നമുക്ക് പണ്ട് മോറൽ ക്ലാസ്സിലേലും കൊടുക്കുമായിരുന്നത് ഒരു കഥയിലെങ്കിലും. അപ്പോൾ ഈ കഥ പറയുന്ന അധ്യാപകർ കുറവായി. കഥയിലൂടെ അല്ലാതെ ജീവിതത്തിൻ്റെ കഥയുണ്ടാവില്ല.